വിവാദങ്ങളുടെ പുറകെ പോയാൽ വോട്ട് കിട്ടില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ജനങ്ങൾ പഠിപ്പിച്ച പാഠമാണിത്. വോട്ട് ചോരിയുടെ തെളിവുകളുമായി രാഹുൽ ഗാന്ധി കളം നിറഞ്ഞപ്പോൾ മറുഭാഗത്ത് ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ മേന്മ ഉയർത്തിക്കാട്ടി NDA പ്രചാരണം കൊഴുപ്പിച്ചു. ഫലം വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാമുന്നണി അമ്പെ തകർന്നടിഞ്ഞു. ഹരിയാന തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ നടന്നെന്ന് തെളിവ് സഹിതം ആരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തിയത് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിനമായ നവംബർ 6-ന് തൊട്ടുതലേന്നായിരുന്നു. ഒപ്പം വോട്ടർ പട്ടിക പരിഷ്കരണവും അവർ ആയുധമാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വിഷയമേ ആയില്ലെന്നാണ് ഫലം കാണിച്ചു തരുന്നത്. മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ മുന്നിൽ നിന്ന് നയിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല. തേജസ്വിക്കും RJDക്കും നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഭരണം പിടിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകും എന്നവർ മനസ്സിലാക്കിയിരുന്നു. രാഷ്ട്രീയ കരിയറിലെ വലിയൊരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതോടെ തേജസ്വിയുടെയും RJDയുടെയും ഭാവി എന്താകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.